പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ഹോസിയ പ്രവചനം 6-ാം അധ്യായം 3-ാം തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്താണ്, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. നമുക്ക് സഹോദരങ്ങൾ, അവിടെ വചനം പറഞ്ഞ ചില പദങ്ങൾ, ഏകാഗ്രതയോടെ ശ്രമിക്കാം. നമുക്കറിയാം, യേശുവിനെ അറിയാനുള്ള, യേശുവിനെ അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഓരോ പരിശുദ്ധ കുർബാനയുടെ അവസരങ്ങൾ, അല്ലേ? കാരണം ഈശോയുടെ പരിശുദ്ധ കുർബാനയിലുള്ള അത്രയും വലിയ സാന്നിധ്യം വേറൊന്നിനുമില്ല. കാരണം യേശു തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ വരുന്നത്. ഏകാഗ്രതയോടെ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പരിശുദ്ധ കുർബാന നമ്മളെങ്ങനെയാണ് ഏകാഗ്രതയോടെയാണ് അർപ്പിക്കുന്നത്, പല വിചാരങ്ങളോടെയാണ് അർപ്പിക്കുന്നത്. ഞാനൊരു ബലി ഏകാഗ്രതയോടെ അർപ്പിച്ചിട്ട് എത്ര നാളുകളായി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഏകാഗ്രതയോടെ ഒരു ബലി അർപ്പിച്ചിട്ടുണ്ടോ? ഇനി കാരണമാണ് പറയുന്നത്. കാരണം എന്താണെങ്കിൽ അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ നമുക്കറിയാം പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലേ, എത്ര ഇതായാലും നമുക്കൊരു പ്രഭാതം കടന്നു വരും. ഇതുപോലെയാണ് കർത്താവ് വരും എന്നുള്ളത് നമുക്ക് നിശ്ചയമായൊരു കാര്യമാണ്. അന്ന് പ്രിയ സഹോദരങ്ങളെ, അന്ന് ആനന്ദത്തോടെ കർത്താവിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇന്ന് അവിടുത്തെ അറിയാൻ ഏകാഗ്രതയോടെ പരിശ്രമിക്കുക അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുർബാനകളിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ എത്രയോ അശ്രദ്ധമായിട്ടാണ് പലപ്പോഴും നാം പങ്കെടുക്കാറുള്ളത്. നമുക്ക് വലിയ ഉണർവോടുകൂടി ഏകാഗ്രതയോടെ നമുക്ക് ബലിയർപ്പിക്കാം, ഏകാഗ്രതയോടെ കുടുംബ പ്രാർത്ഥന ചെയ്യാം, ഏകാഗ്രതയോടെ വചനം വായിക്കാം, ഏകാഗ്രതയോടെ സുഹൃതയോട് ജന്മയാത്ര ചെയ്യുമ്പോഴൊക്കെ യേശുവെ ഇറങ്ങി സ്നേഹിക്കുന്ന, യേശുവെ ഇറങ്ങി, അതായത് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ചൊല്ലിയാൽ മതി. ഈ ചെല്ലുന്നതൊക്കെ ഇത്ര മതി, പക്ഷെ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.